ചാനൽ നമ്മൾ കുറേ ആയിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. മെയിൻ എന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീസെല്ലേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബിസിനസ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടിന്. മാഷാ അല്ലാഹ് വലിയ റീച്ചൊന്നും ഇല്ല ആ ഒരു വീഡിയോക്ക്, എന്നാലും നമുക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യലും അങ്ങനത്തെ കുറേ തിരക്കുണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ നമ്മൾ ക്രാഫ്റ്റ് വർക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് സെറ്റായി വരാനുള്ള കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, കുറച്ച് ഡിലേ ആയിപ്പോട്ടെ വീഡിയോ. നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നൊക്കെ റീസെല്ലേഴ്സിൻ്റെ ഒക്കെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായ ആ ഒരു വീഡിയോയിൽ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക, അങ്ങനെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായി. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രോഡക്റ്റിന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കുറച്ച് 2-3 ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാട്ടോ ഡൗട്ട്, എങ്ങനെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് എങ്ങനെ നമ്മൾ ചെയ്യും, പക്ഷെ എങ്ങനെ നമ്മളത് ഗ്രോ ചെയ്യും, നമ്മളതെങ്ങനെ നമ്മളെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരണമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ബിസിനസ് തന്നെ ചൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഹൈ ഡിമാൻഡ് ഇപ്പോൾ നമ്മളെ ട്രെൻഡിങ്ങിൽ ഉള്ള ബിസിനസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ബിസിനസ്സിനെ പറ്റിയിട്ട് കറക്റ്റ് പഠിക്കുക. എങ്ങനെയാണത്, നമ്മളെ പ്രോഡക്റ്റൊക്കെ എവിടെ നിന്ന് കിട്ടും, എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക, എല്ലാം നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ എടുത്ത് ചാടിയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യരുത്. പിന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് വെറും പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റും ലോസും ഒരുപോലെ നമ്മൾ ബാലൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ വെറും പ്രോഫിറ്റ് മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു ബിസിനസ്സിൽ ലോസ് വരുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ആവും, നമ്മുടെ ബിസിനസ്സും ഡൗൺ ആവും. ചിലപ്പോൾ നമ്മളത് ആ ഒരു ബിസിനസ് അവിടെ തന്നെ ഫ്ലോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, ഞാൻ അതൊക്കെ മുന്നോട്ട് ഒരുപോലെ കൊണ്ടുപോകും, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നത്തിങ്, എനിക്കൊരു പ്രോബ്ലമും ഇല്ല, അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഈ 2 കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ബിസിനസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു, സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റിന് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കുക. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നല്ല ഒരു എന്താ പറയുക, ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ അടിപൊളി ഫോട്ടോസ് എടുക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസാണ് മെയിനായിട്ട് വരുന്നത്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുക. നിങ്ങളെ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക. പിന്നെ ഇതിനായിട്ടൊരു പേജ് തുടങ്ങുക, ഇൻസ്റ്റയിലൊരു പേജ് തുടങ്ങുക. നല്ലൊരു ബ്രാൻഡ് നെയിമും കൂടി ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ബ്രാൻഡ് നെയിം ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ ഇതിനായിട്ടൊരു പേജ് കൊടുക്കുക. അതിൽ നല്ല നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുക. റീൽസൊക്കെ ഒന്ന് വൈറലാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരും. ഓക്കെ, പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, നല്ല എന്താ പറയുക, ഒരു ഡാമേജും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കണം കേട്ടോ നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. പിന്നെ ആദ്യം തന്നെ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, സ്ട്രഗിൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. പിന്നെ കസ്റ്റമേഴ്സിനോട് നല്ല രീതിക്ക് ഡീൽ ചെയ്യുക കേട്ടോ. അവർ ചോദിക്കുന്നതിനൊക്കെ നല്ല വൃത്തിക്ക് മറുപടികൾ പറയാം. നല്ലോണം അവർ ചോദിക്കുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുക. കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് കിട്ടുന്ന പോലെ നിങ്ങൾ ചെയ്താൽ അവർ പിന്നെ ഓർഡർ ചെയ്യും. ഓക്കെ, വേഗം കിട്ടുന്നുണ്ടല്ലോ, ഡിലേ ആകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഓർഡർ ചെയ്യും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. പിന്നെ നിങ്ങളെ നിങ്ങളെ നെയ്ബേഴ്സിനോടൊക്കെ നിങ്ങൾ പറയുക, ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം. അതൊക്കെ നിങ്ങൾ അവരോട് പറയുക. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുക. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ. അതിലും ഇതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുക. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ നമ്മൾ പ്രോഡക്റ്റ് യൂസ് ആക്കിയിട്ട് ആ ഒരു കസ്റ്റമർ സജഷൻ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അതിൽ നിന്ന് വരും കേട്ടോ.
അപ്പം ഫസ്റ്റ് തന്നെ കുറേ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത്. ഫസ്റ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുക, പിന്നെ നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ പ്രോഡക്റ്റ് ഫസ്റ്റൊക്കെ നമുക്ക് അറിയുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കുക. ഒരു ചെറിയൊരു കൊലാബ് പോലെ നമ്മൾ കൊടുക്കുക. അപ്പോൾ അവരിൽ നിന്ന് അവരത് യൂസ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമായ പിന്നെ നമുക്ക് ഓർഡർ തരും കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് നമ്മളെ ഈ ഒരു ബിസിനസ് വളരും ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.